തോർ ലവ് ആൻഡ് തണ്ടർ. എൻ ഗെയിമിന് ശേഷം മാർവലിന് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്, ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ്, ക്വാണ്ടമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ആ ടൈമിലായിരുന്നു നമ്മുടെ തോർ വരാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞത്. ഒട്ടുമിക്ക എല്ലാ ഫാൻസും കുറച്ചധികം പ്രതീക്ഷയിലും ഉണ്ടായിരുന്ന ഒരു പടം തന്നെയായിരുന്നു ഈ തോർ 5. അതായത് മൊത്തം ഡൗൺ ആയിക്കൊണ്ടിരുന്ന ആ മാർവലിനെ ഒന്ന് പൊക്കി നിർത്താൻ വേണ്ടിയിട്ട് തോറിന് പറ്റുമെന്ന് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു പടമായിരുന്നു തോർ ലവ് ആൻഡ് തണ്ടർ. പക്ഷേ ആ തോർ ലവ് ആൻഡ് തണ്ടറിന് സംഭവിച്ചതോ ഇതിന് മുമ്പുണ്ടായിരുന്ന പടങ്ങൾക്കും സീരീസുകൾക്കും എന്താണോ സംഭവിച്ചത് അത് തന്നെ സംഭവിച്ചു. അതായത് പ്രോഫിറ്റ് വെച്ച് നോക്കുമ്പോൾ പടം ഒരു ലാഭമാണെങ്കിലും ക്രിട്ടിക്കലി ആ പടം ഫെയിൽഡായി. ആക്ച്വലി എന്തായിരിക്കും കാരണം ഇത്രയും തോറിൻ്റെ ഫാൻസ് തന്നെ ഒരു തരത്തിൽ വെറുക്കാൻ തന്നെ ഈ തോർ 5 എന്തായിരിക്കും പ്രശ്നം പറ്റിയിട്ടുണ്ടാവുക? ആക്ച്വലി ആ തോറിൻ്റെ ശരിക്കുള്ള പ്രശ്നങ്ങൾ എന്താണ്, ആ സ്റ്റോറിയുടെ ശരിക്കുള്ള പ്ലോട്ട് എന്താണെന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒറിജിനൽ സ്റ്റോറി പ്ലോട്ടായിട്ടുള്ള കോമിക്കായിട്ട് ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മളിതിൽ പറയാൻ വേണ്ടി പോകുന്നത്. പിന്നെ എങ്ങനെയൊക്കെ ചെയ്തിരിക്കുകയെന്ന് ആ ഒരു പടത്തിൻ്റെ കോൺസെപ്റ്റ് തന്നെ എങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നന്നായതിനെന്നും കൂടി നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ഈ പടം എന്തുകൊണ്ടൊരു ഫെയിലറായി? അതിൻ്റെ മെയിൻ ആദ്യത്തെ പോയിന്റ് തന്നെയാണ് ഈ പടത്തിൻ്റെ പ്ലോട്ട്. മൊത്തത്തിൽ ഈ പടത്തിൻ്റെ ഒരു പ്ലോട്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ട്വിസ്റ്റഡ് ആയിരുന്നു. കാരണം ഇതിൽ ഓൾറെഡി തന്നെ ഒരുപാട് കഥകൾ പോകുന്നുണ്ട്. അതായത് നമ്മുടെ ജെയിൻ ഫോസ്റ്ററിൻ്റെ ക്യാൻസർ ബാധിച്ചിട്ടുള്ള അങ്ങനെ ഒരു സ്റ്റോറി ലൈൻ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗോറ് ദൈവങ്ങളൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടും ഇറ്റേണിറ്റീനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു സ്റ്റോറി ലൈൻ പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ തോറാണെങ്കിൽ പുള്ളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വയം റിയലൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്യൂസിനെ പോലുള്ള ബാക്കി ദൈവങ്ങളൊക്കെ താഴെയുള്ള ജനങ്ങളെയൊക്കെ വെറും ഒരു മണ്ണിനെ പോലും ആയിട്ട് മതിക്കുന്നില്ല എന്നുള്ള രീതിക്കുള്ള വേറൊരു സ്റ്റോറി ലൈൻ. അങ്ങനെയുള്ള ഒരുപാട് പ്ലോട്ട്സിനെ ഇവരിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഒന്നും തന്നെ സിങ്ക് ആവുന്നുണ്ടായിരുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മൈനസ് പോയിന്റ് തന്നെ. മെയിൻലി ഈ ഒരു പടം തന്നെ ഇൻസ്പയർഡ് ആയിരിക്കുന്നത് 2 മെയിൻ ആയിട്ടുള്ള കോമിക്കിൽ നിന്നാണ്. അതിലുള്ള ഒന്നാണ് ദ മൈറ്റി തോർ. ആ മൈറ്റി തോർ എന്ന് പറയുന്ന കോമിക്കിലാണ് നമ്മുടെ ജെയിൻ ഫോസ്റ്റർ എങ്ങനെയാണ് അവിടെ ആ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് വെറുതെയായിട്ട് മാറിയിട്ട് ആ മ്യോൾണർ പൊക്കുന്നതെന്നും അത് ആ അസ്ഗാർഡിലെ ജനങ്ങളെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നതും മരിക്കുന്നതിന് മുമ്പ് അവൾ എന്തൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയും ആ ഒരു സ്റ്റോറിയിലായിരിക്കും നമ്മുടെ തോർ എങ്ങനെ അൺവർത്തിയായിട്ട് മാറുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. ഈ ഒരു മെയിൻ സ്റ്റോറി ആയിരിക്കും ആ മൈറ്റി തോർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റോറിയിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ ഇതൊന്നും കൂടാതെ വേറൊരു വലിയ ഇവന്റ് ആയിട്ടുള്ള തോർ ദ ഗോഡ് ഓഫ് തണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ തന്നെ ഒരു സ്റ്റോറി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സ്റ്റോറി തന്നെ ഓൾമോസ്റ്റ് 40-50 ഇഷ്യൂസ് എങ്ങനെ വരും. അതായത് വേറെയും കുറേ കോമിക്സിൻ്റെ കണക്ഷനൊക്കെ കൊണ്ട് അത്രയും ഇഷ്യൂസ് ആ ഒരു ഒറ്റ സ്റ്റോറി മാത്രമാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 20 ഇഷ്യൂസ് എങ്ങനെ ഉണ്ട് ആ ഒരു കോമിക്സ്. ചുരുക്കം നോക്കുകയാണെങ്കിൽ ഈ 2 സ്റ്റോറി ലൈൻസും വലിയൊരു പ്ലോട്ട് അടങ്ങിയിട്ടുള്ള സ്റ്റോറി ലൈൻസ് ആണ്. അങ്ങനെ ഇത്രയും 2 വലിയ കോമിക്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു പടം 2 മണിക്കൂറിൽ ഇറക്കാന്ന് പറയുന്നത് തന്നെ കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. അതായത് എവിടെയെങ്കിലും ഒന്ന് പാളിയെ തന്നെ സംഗതി കൈവിട്ട് പോകും. അങ്ങനെയുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ടൈക്ക വൈറ്റിറ്റി ഇവിടെ കോമഡി വെച്ചിട്ട് ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ഇനി ആ കോമിക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ആ കോമിക്ക് രണ്ടും തന്നെ ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള കോമിക്കാണ്. അതായത് അനാവശ്യമായിട്ടുള്ള കോമഡിയേ ഇല്ല ആ 2 കോമിക്കുകളിലും. പ്രത്യേകിച്ച് ഗോഡ് ഓഫ് തണ്ടർ എന്ന് പറഞ്ഞ ആ കോമിക്കിൽ നമ്മുടെ ഗോർ ദ ഗോഡ് ബുച്ചർ ഗോഡ്സുകളെയൊക്കെ തേടി പിടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ദ ഗോഡ് ഓഫ് ടോർച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോഡ് ഉണ്ട്. അങ്ങനെ ദ ഗോഡ് ഓഫ് ടോർച്ചർ ആയിട്ടുള്ള ഗോഡിനെ തന്നെ ടോർച്ചർ ചെയ്തിട്ട് നമ്മുടെ ഗോർ ദ ഗോഡ് ബുച്ചർ കൊല്ലും. അത്രയ്ക്കും ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഗോർ ദ ഗോഡ് ബുച്ചർ. ആ ഒരു കോമിക്കിൽ പ്രസന്റ്, ഫ്യൂച്ചർ, പാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ടൈം ട്രാവലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള 3 ടൈം ലൈനിലുള്ള തോർ ഇൻക്ലൂഡ് ചെയ്തിട്ട് പോലും ഗോർ ദ ഗോഡ് ബുച്ചറിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അത് മാത്രമല്ല മെയിൻ ആയിട്ട് നമ്മുടെ ഗോർ ദ ഗോഡ് ബുച്ചറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും ആ ഒരു മൊത്തം സ്റ്റോറിയും തന്നെ റൺ ആയിക്കൊണ്ടിരിക്കുക. അതായത് എല്ലാ ദൈവങ്ങളും എത്ര മോശമായിട്ടുള്ള ആൾക്കാരാണ്, എന്തൊക്കെ തെണ്ടിത്തരാണ് അവർ ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗോർ ദ ഗോഡ് ബുച്ചറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും ആ ഒരു സ്റ്റോറി മൊത്തം പോയിട്ടുണ്ടാവുക. അതേസമയം മൈറ്റി തോർ കോമിക്സ് ആണെങ്കിൽ അത് മൊത്തത്തിൽ നമ്മുടെ ജെയിൻ ഫോസ്റ്ററിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും. അതായത് ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ എങ്ങനെ ഒരു ക്യാൻസർ കാരണം ബാധിക്കപ്പെട്ടിട്ട് അത് എങ്ങനെ അവൾ പുറത്ത് കാണിക്കുന്നത്, ആ ഒരു കാര്യം എങ്ങനെ ലേഡി തോർ ആയത് മൂലം അവൾ പുറത്തുള്ളവരെ ഇമ്പാക്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ആയിരിക്കും അതിൽ പോയിട്ടുണ്ടാവുക. അതായത് മൊത്തത്തിൽ നമ്മുടെ ജെയിൻ ഫോസ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ. അതായത് ഇത് രണ്ടും കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റോറീസ് ആണ്. അതായത് ഇത് രണ്ടും നമ്മൾ വായിക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ കോമഡി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവത്തില്ല. അങ്ങനെ ഇത്രയ്ക്ക് ഇമോഷണലിയും ബ്രൂട്ടലിയും ഒക്കെ ആയിട്ടുള്ള 2 പവർഫുൾ കോമിക്സിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചുരണ്ടിയിട്ട് എത്രത്തോളം കോമാളിത്തരമായിട്ട് കാണിക്കാൻ പറ്റുമോ അങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു പടമാണ് തോർ ലവ് ആൻഡ് തണ്ടർ. മെയിനായിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ കോമഡിയാണ്. അതായത് ഇമോഷണൽ സീനായിട്ട് നമ്മൾ ഇമോഷണൽ ആണെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആ ടൈമിൽ നമ്മുടെ ടൈക്ക വൈറ്റിറ്റി അത് കോമഡി വെച്ച് മെഴുകിയിട്ട് അങ്ങ് മാറ്റിയിട്ടുണ്ടാവും. അതിനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ഗോർ ദ ഗോഡ് ബുച്ചർ ഒരുപാട് ദൈവങ്ങളെ കൊന്നിട്ട് ഫാലിഗാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഗോഡിനെ തന്നെ കൊന്നിട്ടുണ്ടാവും. അവിടെ ആയിരിക്കും നമ്മുടെ അസ്ഗാർഡിയൻസും ലേഡീസിഫിനൊക്കെ ഏതാണ്ട് കൊല്ലാറാക്കിയിട്ട് ഗോർ ദ ഗോഡ് ബുച്ചർ പോയിട്ടുണ്ടാവുക. അങ്ങനെ ലേഡീസിഫ് ആണെങ്കിൽ ഒരു കൈയൊക്കെ പോയിട്ടായിരിക്കും അവിടെ കിടക്കുന്നുണ്ടാവുക. അങ്ങനെ അവളെ കാണാൻ വേണ്ടി നമ്മുടെ തോർ വരും.
ആ ടൈമിലാണെങ്കിൽ നമ്മുടെ തോർ ഇമോഷണലായിട്ട് ഒരാൾ മരിക്കാൻ കിടക്കുന്നതിൻ്റെ അവിടെ സംസാരിക്കുന്നതിൻ്റെ പകരം നിന്റെ കൈ മാത്രം വാൽഹാലയിലേക്ക് പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കോമഡി ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെയുള്ള ഓരോ ഇമോഷണൽ സീൻസും കോമഡി വെച്ചിട്ട് അങ്ങനെ അങ്ങ് മെഴുകി പോയിട്ടുണ്ടാവും. നമ്മളെ തോറിന് ഓൾറെഡി ഇപ്പം ആരും ഇല്ല. ഇപ്പം ഗാർഡിയൻസിനായിരിക്കും പുള്ളിയുടെ ഫാമിലിനെ പോലെ വിചാരിച്ചിട്ട് പുള്ളി അവരുടെ കൂടി ആയിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരെ തന്നെ വിട്ടു പോകേണ്ടി വരുമ്പോൾ അത് എത്ര ഇമോഷണലായിട്ട് നമുക്ക് കണക്ട് ആവുന്ന ഒരു സീനാണ്. അങ്ങനെയുള്ള അവിടെയൊക്കെ ഹാൻഡ് ഷേക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കോമഡിയൊക്കെ വെച്ച് ആടുകളൊക്കെ വെച്ചിട്ട് എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ടുണ്ടാവും ഇവർ. ഓൾറെഡി തന്നെ ഒരുപാട് പ്ലോട്ട് ഈ പടത്തിലുണ്ട്. അതുകൊണ്ട് ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് തന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല. അതായത് നമ്മുടെ തോറിൻ്റെ ക്യാരക്ടറിനാണോ ഡെവലപ്മെൻറ്റ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ലേഡി തോറിൻ്റെ ക്യാരക്ടറിനാണോ കൊടുക്കേണ്ടത്, അതോ അല്ലെങ്കിൽ ഇനി ഗോറിൻ്റെ കാര്യത്തിലാണോ കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ തന്നെ അവർക്കുണ്ടായിരുന്നില്ല. ചുരുക്കം പറയുകയാണെങ്കിൽ ഈ മൊത്തം പടത്തിൽ തന്നെ നമ്മുടെ തോറിൻ്റെ ക്യാരക്ടർ കാണുമ്പോൾ ഒരു മണ്ടനായിട്ട് അഭിനയിക്കുന്ന പോലെ ഒരാളായിരിക്കും നമുക്ക് തോന്നിയിട്ടുണ്ടാവുക. പക്ഷേ ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ റാഗ്നറോക്കിലും കാണിച്ചിട്ടുണ്ടാവുക. പക്ഷെ ആ റാഗ്നറോക്കിൽ ആ ഇമോഷണൽ സീൻസൊക്കെ വെച്ചിട്ട് നമ്മുടെ തോറിൻ്റെ ആ ഒരു ഇമോഷൻ നമുക്ക് കണക്റ്റ് ആവും. അതായത് അത്രയും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് നഷ്ടപ്പെട്ടു, എന്നിട്ടും പുള്ളി ആ വേദനയൊക്കെ മറച്ചു പിടിച്ചിട്ട് ചിരിക്കുകയാണെന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് ആ സ്ക്രീനിലൂടെ നമുക്ക് കൺവേ ആവും. പക്ഷേ ഇതിലൊരു മടനെ പോലെ തന്നെയാണ് ശരിക്കും ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇൻഫിനിറ്റി വാറിലാണെങ്കിൽ തന്നെ നമ്മുടെ റോക്കറ്റിൻ്റെ അടുത്ത് ഒരു കോമഡി പോലത്തെ ചില ഡയലോഗ്സ് ഒക്കെ നമ്മുടെ തോറ് പറയുന്നുണ്ട്. പക്ഷെ അത് പുള്ളി എത്രത്തോളം പെയിനിലാണോ ഉള്ളതെന്നും പക്ഷെ അത് കോമഡി രീതിക്ക് പുള്ളി പുറത്ത് കാണിക്കുമ്പോൾ അത് നമുക്ക് കണക്റ്റ് ആവും. എന്നാലും അത് പുള്ളി അത്രയും പെയിനോടെയാണ് പറയുന്നതെന്ന്. പക്ഷെ ആ കാര്യം ഈ പടത്തിൽ ഞാൻ കണ്ടില്ല. മൊത്തത്തിൽ ഈ പടത്തിൽ തന്നെ നമ്മുടെ തോറിനായിട്ടുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് തന്നെ കൊടുത്തിട്ടേ ഉണ്ടാവില്ല. പടത്തിൻ്റെ തുടക്കത്തിൽ എങ്ങനെയാണോ പുള്ളിയുള്ളത് മണ്ടനായിട്ട്, അതേപോലെ തന്നെ മണ്ടനായിട്ടായിരിക്കും പടം അവസാനിക്കുമ്പോഴും പുള്ളിയുള്ളത്. പുള്ളിക്ക് പക്ഷേ എക്സ്ട്രാ ഒരു കുട്ടീനെ മാത്രം കൊടുത്തിട്ടുണ്ടാവും ഉണ്ടാവുമ്പോൾ, അത്രേ ഉള്ളൂ. ഇനി ഇതേ ഡയറക്ടറിനെ എടുത്തിട്ടുള്ള റാഗ്നറോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മുടെ തോറിന് പുള്ളിയുടെ ജീവനെ പോലെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളിയുടെ മിയോളർ ഇല്ലാതായി. പുള്ളിയുടെ അച്ഛൻ മരിച്ചു, പുള്ളിയുടെ ബ്രദറിന് എന്താണ് പറ്റിയെന്ന് അറിയില്ല. അതേപോലെ തന്നെ പുള്ളിയുടെ ആസ്ഗാർഡ് തന്നെ നശിക്കുന്നുള്ളൊരു നിലയിൽ നമ്മുടെ തോറ് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ പുള്ളിയുടെ പവേഴ്സ് തന്നെ റിയലൈസ് ചെയ്തിട്ട് ഗോഡ് ഓഫ് തണ്ടറായി മാറുന്ന പോലെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് തന്നെ ആ മൊത്തം പടത്തിലും കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇതിലുണ്ടായിരുന്നില്ല. ഇനി ഇതിൽ മെയിനായിട്ടുള്ള വേറെ 2 ക്യാരക്ടേഴ്സ് നമ്മുടെ ലേഡി തോറും ഗോറും. പ്രത്യേകിച്ച് നമ്മുടെ ലേഡി തോറിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഈ പടം തന്നെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. എന്നാൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പടം പോയേനെ. പക്ഷേ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഏതാണ്ടൊന്ന് ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഭാഗം അവിടെ കട്ട് ചെയ്തു. അതായത് നല്ലൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് തന്നെ ഈ ഒരു ക്യാരക്ടറിന് കൊടുക്കായിരുന്നു, പക്ഷേ കൊടുത്തില്ല. ഇനി ഇവന്മാർക്ക് സമയം ഇല്ലായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. കാരണം ഈ പടത്തിന് ഓൾമോസ്റ്റ് 4 മണിക്കൂർ എങ്ങാനും റൺ ടൈം ഉണ്ടായിരുന്നു. ആ 4 മണിക്കൂർ റൺ ടൈമാണ് ഇവർ 1.5 മണിക്കൂറാക്കിയിട്ട് വെട്ടി ചുരുക്കിയത് തന്നെ. അതായത് മെയിനായിട്ടുള്ള ഇമോഷണലായിട്ട് സ്റ്റോറി ആയിട്ട് ആവശ്യമുള്ള സീൻസൊക്കെ കട്ട് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത കോമഡികൾ മാത്രമാണ് ഈ പടം തന്നെ ഇവർ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിന് ശേഷം ബിഹൈൻഡ് സീൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കട്ടായി പോയിട്ടുള്ള സീൻസിൻ്റെയൊക്കെ ഇമേജസും ഫുട്ടേജസും ഒക്കെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ഇമേജാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോർ ദ ഗോഡ് ബിച്ചർ പുള്ളിയുടെ തലയിലുള്ള ആ ടാറ്റു ഒരു ആണി വെച്ചിട്ട് കുത്തി വരച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ടാറ്റൂസൊക്കെ പുള്ളിയുടെ ലോകത്തുള്ള ഗോഡ്സിനെയൊക്കെ ആരാധിക്കുന്ന രീതിക്ക് അവിടുത്തെ ജനങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ ആ ലോകത്തുള്ള ആ ഗോഡ്സിനെ ശ്രദ്ധിച്ചാൽ കാണാം അതേപോലെ തന്നെ ഡിസൈൻ ആയിരിക്കും നമ്മുടെ ഗോർ ദ ഗോഡ് ബിച്ചറിൻ്റെ ആ മുഖത്തും ഉണ്ടാവുക. ഈ ദൈവങ്ങളെ തെണ്ടികളാണെന്ന് പറഞ്ഞിട്ട് അവന്മാരുടെ ടാറ്റൂസ് എന്തിനാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഗോർ ദ ഗോഡ് ബിച്ചർ ആ ഒരു ടാറ്റു തന്നെ പുള്ളിയുടെ കണ്ണിൻ്റെ താഴെ നെറ്റിയിലുള്ള ആ ടാറ്റൂസൊക്കെ ഒരു ആണി വെച്ചിട്ട് കുത്തി അങ്ങ് കീറി കളയുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് അതിന് ശേഷമുള്ള സീൻസിലൊക്കെ നമ്മുടെ ഗോർ ദ ഗോഡ് ബിച്ചറിനെ കാണിക്കുമ്പോൾ പുള്ളിയുടെ ആ ഫുൾ വൈറ്റുള്ള ബോഡിയിൽ നെറ്റിയിലും കണ്ണിൻ്റെ താഴെയൊക്കെ ഒരുപാട് മുറിവുകളുള്ള പോലെ കാണുന്നത്. ഈ ഒരു സീൻ എങ്ങാനും ആ പടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ഡെപ്ത് തന്നെ എത്ര അധികം കൂട്ടിയേനെ നിങ്ങൾ തന്നെ പറ. അതായത് സ്വയം അത്രയ്ക്കും വേദനിപ്പിക്കാൻ തക്കം പുള്ളി എത്രത്തോളം ദൈവങ്ങൾ വെറുക്കുന്നുണ്ടെന്ന് ഈ ഒരൊറ്റ സീനിൽ തന്നെ നമുക്ക് കൺവേ ആയനെ. ഈ ഒരു സീൻ എന്താ പടത്തിന് ആവശ്യമില്ലേ? അതൊന്നും മാത്രമല്ലാതെ ആ ജെയിൻ ഫോസ്റ്റർ ആ ഹാമറിൻ്റെ അടുത്ത് വരുമ്പോൾ അവൾ ആ ഹാമർ എടുക്കുന്ന പോലെയും അങ്ങനെ പുള്ളിക്കാരത്തേക്ക് പെട്ടെന്ന് അവിടുന്ന് തന്നെ ആ തോറിൻ്റെ സൂട്ട് കിട്ടുന്ന പോലെയും ആ ഹാമർ റീഫോം ആവുന്ന പോലെയൊക്കെ സീൻസ് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ബിഹൈൻഡ് ദ സീൻസൊക്കെ ആയിട്ട് ആ ഫുട്ടേജസ് ഒക്കെ റിലീസായിട്ടുണ്ട്. അതായത് ഇതൊക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീനാണ്. നമ്മുടെ ആ ലേഡി തോറിൻ്റെ ആ ട്രാൻസ്ഫോർമേഷനൊക്കെ ഇത്രയും നല്ല സീനുകളൊക്കെ കട്ട് ചെയ്തിട്ട് ആ ആസ്ഗാർഡിലുള്ള ആ നാടകം പോലത്തെ ആ സീനൊക്കെയാണ് ആവശ്യമുള്ളത്. അതന്നെ ഏതാണ്ട് 3-4 മിനിറ്റ് എങ്ങാണ്ട് ആ പടത്തിൽ മാത്രം വരുന്നുണ്ട്. ഇപ്പോൾ ഈ കട്ട് ചെയ്ത സീനുകളൊക്കെ ആണെങ്കിൽ ഏതാണ്ട് 2-3 മിനിറ്റ് മാക്സിമം വരത്തുള്ളൂ. ആ ഒരു സീൻ ഒഴിവാക്കുന്നതും ഈ 2 സീന് വെക്കുന്നതും തമ്മിലുള്ള ഇമ്പാക്റ്റ് ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ 2 ക്യാരക്ടർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയി ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് എന്നാണെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടിയേനെ. കാരണം അവരെ ബേസ് ചെയ്തിട്ടുള്ള കോമിക്കിൽ നിന്നാണ് ഈ സ്റ്റോറി തന്നെ എടുത്തിരിക്കുന്നത്. സോ ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. ഈ ഒരു 2 ക്യാരക്ടേഴ്സിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്താൽ തന്നെ ഈ പടം വേറെ തന്നെ ഒരു ലെവലായതിനെ. പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ലേഡി തോറൻ എന്ന സൈഡാക്കി തന്നെ വെച്ചോട്ടെ, ആ വില്ലനെ ഒന്ന് ഡെവലപ്പ് ചെയ്താൽ മതിയായിരുന്നു. ആ ക്രിസ്ത്യൻ ബേൽ എന്ന് പറയുന്ന ഒരു ആക്ടർ എങ്ങനെ ആ ഗോർ ദ ഗോഡ് ബിച്ചറായിട്ട് അഭിനയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഗോർ ദ ഗോഡ് ബിച്ചർ എന്ന് പറയുന്ന ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ക്യാരക്ടർ എല്ലാവരും കാർ തുപ്പിയിട്ട് അങ്ങ് പോയേനെ.
കാരണം അത്രയ്ക്കും വേസ്റ്റ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആയിരുന്നു നമ്മുടെ ഗോർ ബുച്ചറിൻ്റെ ആ ക്യാരക്ടറിന് തന്നെ ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പടമൊക്കെ റിലീസായതിനു ശേഷം ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ ടൈക്ക വൈറ്റിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് പുള്ളി ഗോർ ദ ഗോഡ് ബുച്ചറിൻ്റെ ആ കോമിക്കൊന്നും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് പുള്ളി അത് വായിച്ചിട്ട് മൊത്തം ഡാർക്കാണെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ രീതിക്ക് തന്നെ അത് എഴുതിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ ജസ്റ്റ് അതിൻ്റെ ആ കോൺസെപ്റ്റ് മാത്രം എടുത്തിട്ട് പുള്ളിയുടെ തന്നെ രീതിക്ക് എടുത്തതാണ് ഈ പടം. അതായത് ആ കോമിക്ക് പുള്ളി തൊട്ടുപോലും നോക്കിയിട്ടില്ലാന്ന്. കാരണം പുള്ളി അത് വായിച്ചിട്ടൊന്നും ഇല്ലാന്ന് പുള്ളിയുടെ ആ റൈറ്റിങ്ങിലും നമ്മുടെ ഗോറിനെ കാണിച്ച ആ വിധമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ഈ പടത്തിലാണെങ്കിൽ തന്നെ പുള്ളിയുടെ ആ തുടക്കമൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് പോയത്. അതായത് പുള്ളിയുടെ മകളെ നഷ്ടപ്പെട്ടിട്ട് അത്യാവശ്യം നല്ലൊരു ബിൽഡപ്പിൽ തന്നെയാണ് തുടങ്ങുന്നത്. അതിനുശേഷം പുള്ളി ആ സ്വാഡ് വെച്ചിട്ട് ആ ഗോഡിനെയൊക്കെ കൊല്ലുന്നു. ഐ മീൻ ആ കത്തി പുള്ളിനെ കറപ്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. പക്ഷെ ആ കത്തി പുള്ളിനെ കറപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആ ഒരു ടൈമിൽ തന്നെ പുള്ളിക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു ദൈവങ്ങളൊക്കെ വെറുതെയാണ്, ഇവരൊക്കെ കാരണമാണ് ജനങ്ങളൊക്കെ മരിച്ചതെന്നുള്ളൊരു കാര്യമൊക്കെ പുള്ളിക്ക് ഓൾറെഡി മനസ്സിലായിരുന്നു. ആ ഒരു കത്തി പുള്ളിയുടെ ഒരു മീഡിയ ആണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ആ കത്തി പുള്ളിനെ കറപ്റ്റ് ചെയ്യുന്നതല്ലാതെ പുള്ളിയുടെ തന്നെ ഒറിജിനൽ ആയിട്ടുള്ള ആ തോട്ടും എല്ലാ ദൈവങ്ങളെയും കൊല്ലുന്നതാണെന്നുള്ള രീതിക്കായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി നന്നായേനെ. കാരണം ആ പടത്തിൻ്റെ എൻഡിൽ ആ കത്തി നശിച്ചതിന് ശേഷം പുള്ളി നന്നാകുന്ന പോലെ ഒരിക്കലും കാണിച്ചിട്ടുണ്ടാവുക. പക്ഷേ കോമിക്കിലൊന്നും അങ്ങനെയല്ല. പുള്ളി അങ്ങനെ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് പുള്ളിക്ക് ഈ കത്തി കിട്ടുന്നതും പുള്ളി കൊല്ലാൻ തുടങ്ങുന്നതും ഒക്കെ. പിന്നെ അതേപോലെ തന്നെയുള്ള വേറെ തന്നെ ഒരു പ്രശ്നമാണ്, അതായത് ആ ഗോഡ് ബുച്ചർ എത്രത്തോളം പവർഫുൾ ആണെന്നുള്ള കാര്യം ജസ്റ്റ് പറഞ്ഞ് മാത്രം അങ്ങ് വിട്ടുകളഞ്ഞു. അതായത് അത്രയും ദൈവങ്ങളൊക്കെ കൊന്നിട്ടുണ്ട്, അത്രയും വലിയ ഭയങ്കരനാണ്, ഗോഡ് ബുച്ചർ ആണെന്നൊക്കെ ബിൽഡപ്പിൽ പറയുന്നതെന്നല്ലാതെ ഒരു 1-2 ദൈവങ്ങളെയൊക്കെ കൊല്ലുന്ന പോലെ കാണിക്കുകയായിരുന്നെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കുറച്ചുകൂടി കിട്ടിയേനെ. ഇപ്പോൾ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം. അതായത് താനോസിനെ ഫസ്റ്റായിട്ട് ഐ മീൻ ഒരു ലൈവ് ആക്ഷനിൽ ഫുൾ ടൈം ആയിട്ട് നമ്മൾ കാണുന്നത് ഇൻഫിനിറ്റി വാറിലായിരിക്കും. ആ ഇൻഫിനിറ്റി വാറിൽ പുള്ളിയുടെ ഇൻട്രഡക്ഷൻ തന്നെ എങ്ങനെയാണ്, ഗോഡ് ഓഫ് തണ്ടർ ആയിട്ടുള്ള തോറിനെ തന്നെ അടിച്ചിടിച്ച് കൊല്ലാറാക്കിക്കൊണ്ടായിരുന്നു. ആ ഒരൊറ്റ സീനിൽ തന്നെ നമ്മുടെ ഗോഡ് ഓഫ് തണ്ടർ ആയിട്ടുള്ള തോറിന് പോലും പുള്ളിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇമ്പാക്റ്റ് നമ്മുടെ മുമ്പിൽ ക്രിയേറ്റ് ആയി. അങ്ങനെയുള്ള പുള്ളിനെ എങ്ങനെ നമ്മുടെ അവഞ്ചേഴ്സ് ഡിഫീറ്റ് ചെയ്യുന്നുള്ള ഒരു രീതിക്ക് തന്നെ നമ്മുടെ മൈൻഡ് തോട്ട് വന്നു. അങ്ങനെയുള്ളൊരു കാര്യം ആ ഒരു ബിൽഡപ്പ് വന്നു. കുറച്ച് ദൈവങ്ങളെ നമ്മുടെ ഗോഡ് ദ ഗോഡ് ബുച്ചർ ക്രൂവലായിട്ട് കൊല്ലുന്ന പോലെ കാണിച്ചിരുന്നെങ്കിൽ കുറച്ചെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കിട്ടിയാനെ. എനിക്ക് ഒരു ഭീകരനായിട്ടുള്ള വില്ലനാണ് ഈ ഗോഡ് ദ ഗോഡ് ബുച്ചർ എന്നുള്ളത്. അതായത് ഒരാൾ ഒരു 10 പേരെ കൊന്നെന്ന് വെറുതെ വാഗോണ്ട് പറയുന്നത് എങ്ങനെയുണ്ട്, പക്ഷേ ആ ഒരു 2-3 പേരെ കൊല്ലുന്നത് കാണിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവും. അതേപോലെ തന്നെ ഫാലിഗാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഗോഡിനെ തന്നെ ഗോഡ് ദ ഗോഡ് ബുച്ചർ അവിടെ കൊന്നു. കുറേ അസ്ഗാർഡിയൻസും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു വാരിയർ ആയിട്ടുള്ള അസ്ഗാർഡിയൻ ആയിട്ടുള്ള നമ്മുടെ ലേഡി സിഫിനെ തന്നെ ഒരു കയ്യും വെട്ടി അവിടെ ഇട്ടിരിക്കുകയാണ് നമ്മുടെ ഗോർ. സോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവണമെങ്കിൽ എത്രത്തോളം ഇറങ്ങി നമ്മുടെ ഗോർ അവിടെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ആ ഗോറിനെ നമ്മുടെ തോർ എങ്ങനെയായിരിക്കും ഡിഫീറ്റ് ചെയ്തത്, ചെറിയ പിള്ളേർക്ക് പവേഴ്സ് കൊടുത്തിട്ട്. അതായത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ആ ഫാലിഗാർ എന്ന് പറഞ്ഞ ഗോറിനെയും അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള സോൾജേഴ്സിനെയും ദ ഗ്രേറ്റസ്റ്റ് വാരിയർ ആയിട്ടുള്ള നമ്മുടെ ലേഡി സിഫിനെയൊക്കെ അടിച്ച് കൊല്ലാറാക്കി കൊന്നു. ലേഡി സിഫിനെ മാത്രമാണ് വിട്ടേക്കണത്. അങ്ങനെ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ ഗോഡ് ദ ഗോഡ് ബുച്ചറിനെ കുറെ പിള്ളേരെ പവേഴ്സ് വെച്ചിട്ട് ഡിഫീറ്റ് ചെയ്യുന്ന പോലെ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതിനൊക്കെയാണ് ലേസി റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ചെറിയ പിള്ളേരെ ഇൻസ്പയർ ചെയ്തിട്ട് കുഞ്ഞു പിള്ളേരും പടം വന്ന് കാണുന്നുള്ള രീതിക്കായിരുന്നു മൊത്തം പടം തന്നെ എടുത്ത് വെച്ചിട്ടുള്ളത്. ശരിയാണ്, ആ പിള്ളേർക്കൊക്കെ തോറിൻ്റെ പവേഴ്സും കിട്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ അവർക്കൊന്നും ഇതിനു മുമ്പ് ബാറ്റിൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സോൾജേഴ്സിനെ അടിച്ച് ഡിഫീറ്റ് ചെയ്ത നമ്മുടെ ഈ ഗോറിന് ആ പിള്ളേരെ ഡിഫീറ്റ് ചെയ്യാനാണ് പാട്. അതേപോലെ തന്നെ ഒരു ഷോട്ടിൽ നമ്മുടെ ഗോറ് തോറിനെ ഏതാണ്ട് പിടിച്ച് കെട്ടിയിട്ട് ആ സ്ട്രോം ബ്രേക്കർ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ പുള്ളിയുടെ ആ കഴുത്തിന് നേരെ പുള്ളി കത്തി നീട്ടി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തിന് ആ ടൈം കൊണ്ട് തോറിനെ അങ്ങ് കുത്തി കൊന്നാൽ പോരായിരുന്നോ? അതും അല്ലെങ്കിൽ ആ സ്ട്രോം ബ്രേക്കർ പിടിച്ചിട്ടുള്ള ആ കൈ തന്നെ അങ്ങ് വെട്ടിയെടുത്താൽ പോരായിരുന്നോ? ഓൾറെഡി കോമിക്കിൽ എന്തായാലും നമ്മുടെ തോറിന് ഓൾറെഡി ഒരു കൈ പോകുന്നുണ്ട്, എന്നിട്ടൊരു മെറ്റൽ ആർമം വെച്ചിട്ടാണ് പുള്ളി നടക്കുന്നത്. അത് മാലിക് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു വില്ലൻ കാരണമാണ് പുള്ളിക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ തോറിൻ്റെ ആ കൈ ഗോറ് വെട്ടിയെടുക്കുന്ന പോലെ കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു സീൻ എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആയിരിക്കും. അതായത് ജസ്റ്റ് മിസ് അല്ലെങ്കിൽ തോർ തന്നെ അവിടെ മയ്യത്തായെന്നുള്ള ഒരു രീതിക്ക് ഗോഡ് ദ ഗോഡ് ബുച്ചർ അത്രയ്ക്കും ഒരു വലിയ വില്ലനാണെന്നുള്ളെങ്കിലും നമുക്ക് മനസ്സിലായേനെ. ശരി, ഞാൻ അതൊക്കെ പോട്ടെ. മെയിനായിട്ട് നമ്മുടെ ഗോഡ് ദ ഗോഡ് ബുച്ചറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? എല്ലാ ദൈവങ്ങളെയൊക്കെ കൊല്ലണം, എന്നിട്ട് ദൈവങ്ങളില്ലാത്തൊരു സംഭവം ഉണ്ടാക്കണം. എന്നിട്ടോ ഇതിൻ്റെ അവസാനമോ പുള്ളി ഈ ദൈവങ്ങളെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ദൈവത്തിൻ്റെ അടുത്താണ് പോയി വിഷയിക്കുന്നത്, അതായത് എറ്റേണിറ്റിയുടെ അടുത്ത്. അതായത് ദൈവങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ദൈവത്തിനെ തന്നെ നമ്മുടെ ഈ ഗോഡ് ദ ഗോഡ് ബുച്ചർ ആശ്രയിക്കുന്ന പോലെയും കാണിച്ചിട്ടുണ്ടാവുക. അത് തന്നെ ആ ക്യാരക്ടറിന് അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു. ഇനി ഒറിജിനലായിട്ട് ഈ ക്യാരക്ടർ എങ്ങനെയാണ് കോമിക്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോഡ്സുകളെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗോഡ് ബോംബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ദ ഗോഡ് ഓഫ് ടൈമിന് വെച്ചിട്ട് പുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ആ ടൈം ഗോഡിന്റെ പവേഴ്സ് വെച്ചിട്ട് മരിച്ചു പോയിട്ടുണ്ടായിരുന്ന പുള്ളിയുടെ ഭാര്യനെയും മക്കളെയൊക്കെ പുള്ളി തിരിച്ചു കൊണ്ടുവന്നിട്ടും ഉണ്ടാവും. അങ്ങനെ ഈ ഗോർ ഇതൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ആ തിരിച്ചു വന്നിട്ടുള്ള പുള്ളിയുടെ വൈഫ് നമ്മുടെ ഗോറിനെ നോക്കിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ദൈവങ്ങളെ തന്നെ കൊല്ലുന്ന ഒരു ദൈവമായിട്ട് നീ മാറിക്കഴിഞ്ഞു എന്ന്. അപ്പം തന്നെ നമ്മുടെ ഗോറിന് ദേഷ്യം വരും. അതായത് പുള്ളിനെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ആ ഒരു വാക്ക് തന്നെ പുള്ളിക്ക് അത്രയ്ക്കും വെറുപ്പായിരുന്നു. അങ്ങനെയുള്ള ഒരു ദൈവത്തെ പോലും ആ വാക്ക് പോലും വെറുക്കുന്ന ഒരു ക്യാരക്ടർ ദൈവത്തിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് വിശ്വസിക്കുകയാണ്. എന്തോന്നറിയും. ഇപ്പം നമ്മുടെ ലേഡി തോറിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ അത് തന്നെയാണ് അവസ്ഥ. അതായത് ആ മൊത്തം കോമിക്കിൽ തന്നെ ആരാണ് ഈ ലേഡി തോർ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരും ആകാംക്ഷയിലായിരിക്കും എല്ലാവരും ഉണ്ടായിട്ടുണ്ടാവുക. ആ കോമിക്കിൻ്റെ തന്നെ എൻഡിലായിരിക്കും ലേഡി തോർ ആരാണെന്നുള്ള കാര്യം തന്നെ റിവീൽ ആയിട്ടുണ്ടാവുക.
പക്ഷേ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒന്നും ഈ ഒരു സംഭവത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ആദ്യം തന്നെ അങ്ങ് റിവീൽ ചെയ്തു, പവർ എന്താണെന്ന് കാണിച്ചു. അതായത് ആ കോമിക്കിൽ ഫസ്റ്റ് നമ്മുടെ ലേഡി തോറും മീറ്റ് ചെയ്യുന്ന ആ ഫസ്റ്റ് മീറ്റിംഗ് തന്നെ ഒരു ഫൈറ്റിലായിരിക്കും തുടങ്ങുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ 2 പാർട്ടാക്കാനുള്ള കഥ ഓൾറെഡി ഈ പടത്തിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഈ ലേഡി തോറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയും ഗോർ ദ ഗോഡ് ബിച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയും, ഇത് രണ്ടും കൂടി ഒരൊറ്റ പടത്തിൽ ചേർക്കാൻ വേണ്ടി നോക്കി അവസാനം രണ്ടും നടന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ആ എറ്റേണിറ്റിനെ കണ്ടുപിടിക്കാനുള്ള ആ സാധനം നമ്മുടെ ആ സ്ട്രോം ബ്രേക്കർ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഏത് ദൈവത്തിൻ്റെ കയ്യിലാണ് ആ സ്ട്രോം ബ്രേക്കർ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദൈവങ്ങളെയും കണ്ടുപിടിച്ചിട്ട് അവരുടെ കയ്യിലാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരൊക്കെ ടോർച്ചർ ചെയ്ത് ഗോർ ദ ഗോഡ് ബിച്ചർ കൊല്ലുന്ന പോലെ കാണിച്ചു കഴിഞ്ഞാൽ ആ സീനൊക്കെ എത്ര കിടിലായിരുന്നു തന്നെ. അതേസമയം നമ്മുടെ ലേഡി തോറും അവരുടെ പവേഴ്സൊക്കെ റിയലൈസ് ചെയ്തിട്ട് നമ്മുടെ തോറിനെ ആ ഒരു ടൈമിൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ പുള്ളിയുടെ പവേഴ്സൊക്കെ റിയലൈസ് ചെയ്തിട്ട് റാഗ്നറോക്കിൽ ഉണ്ടായ പോലെ പുള്ളിക്ക് ഒരു ട്രാൻസ്ഫോർമേഷനും കൊടുക്കുകയാണെങ്കിൽ അത് ഈ ഒരു മൊത്തം പാടത്തിനെ തന്നെ എങ്ങനെ തന്നെ ഇലവേറ്റ് ചെയ്തേനെ. ഇനി അതും അല്ലെങ്കിൽ പുള്ളി നമ്മുടെ തോറാണെങ്കിൽ ഇനി ചെയ്യാനൊന്നുമില്ല, ഐ മീൻ ലോൺലിനെസ്സിനായിരിക്കും പുള്ളി ഓൾറെഡി തന്നെ ഉണ്ടായിട്ടുണ്ടാവുക. പുള്ളിയുടെ ഫ്യൂച്ചർ എന്താണെന്നുള്ള ഒരു ധാരണ തന്നെ പുള്ളിക്ക് ഇല്ല. അങ്ങനെ ആ ടൈമിലുള്ള നമ്മുടെ തോറിന് ഇല്ല, ഒരു ദൈവങ്ങൾക്ക് ഇന്ന റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ആ റിയലൈസേഷൻ കാണിച്ചിട്ട് പുള്ളി വീണ്ടും ആ ഗോഡ് ചുമതല ഏറ്റെടുക്കുന്ന പോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എത്ര നന്നായേനെ. പക്ഷേ ഇതൊന്നും അല്ലാതെ നമ്മുടെ ടൈക്ക വൈറ്റിറ്റി ആ മൊത്തം സ്റ്റോറി ഇമോഷൻസിനേക്കാളും ഒക്കെ കോമഡിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് സത്യം പറയുകയാണെങ്കിൽ ലേഡി തോറിനേക്കാളും കൂടുതൽ ഡയലോഗ്സ് ഇതിൽ ആ കോർഗിനാണുള്ളത്. കോർഗൊക്കെ ഈ പടത്തിൽ എന്തിനാണ്, ഐ മീൻ അത്രയും കോമഡി ഡയലോഗ്സ് ഒന്നും ഈ പടത്തിൽ ആവശ്യമില്ല, അങ്ങനെ ഒരു ക്യാരക്ടറും ആവശ്യമില്ല. എന്നിട്ടും കോമഡി എന്ന് പറഞ്ഞിട്ട് കയറ്റി വെച്ചേക്കുക. അതായത് മെയിനായിട്ട് കുറേ കോമഡിയൊക്കെ കുത്തി കയറ്റിയിട്ട് പിള്ളേരെ ഫോക്കസ് ചെയ്തിട്ടാണ് മൊത്തം പടം തന്നെ ഇറക്കി ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തോർ പവേഴ്സ് എല്ലാ പിള്ളേർക്കും കൊടുക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. ഈ ഒരു കാര്യം വെച്ചിട്ട് എല്ലാവർക്കും തന്നെ തോന്നിയിട്ടുള്ളൊരു ഡൗട്ടാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം എൻ ഗെയിമിൻ്റെ ടൈമിലൊന്നും നമ്മുടെ തോർ ചെയ്തില്ല എന്ന്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു തണ്ടർ ബോൾട്ട് ഉള്ളതുകൊണ്ടാണ് പുള്ളിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. ആ ഒരു തണ്ടർ ബോൾട്ട് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പവേഴ്സ് കൊടുക്കാൻ പറ്റിയെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതേപോലെ തന്നെ ആ തണ്ടർ ബോൾട്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും പവേഴ്സ് കൊടുക്കാൻ പറ്റുമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായത് മെയിൻലി വൃത്തിയായിട്ടുള്ളവർക്ക് മാത്രമേ തോറിൻ്റെ പവേഴ്സ് കിട്ടുന്ന തന്നെ ഓൾറെഡി നമ്മുടെ ഓടിയും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ പിള്ളേരൊക്കെ വൃത്തിയാണോ? അതായത് മെയിനായിട്ടും പിള്ളേരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് തള്ളി കയറ്റി വിട്ടേക്കുക, അത്ര തന്നെ. അത് പിന്നെ വേറെ തന്നെ ഒരു കാര്യമാണ്, അതായത് ഈ പിള്ളേരെയൊക്കെ ഏതാണ്ട് ടോർച്ചർ ചെയ്ത് കൊല്ലാൻ പറ്റുന്ന ആ ഒരു രീതിക്കായിരിക്കും നമ്മുടെ ഗോർ ദ ഗോഡ് ബിച്ചർ ഈ പടത്തിൽ ആ പിള്ളേരൊക്കെ ചെയ്യുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഒരു കാര്യമായിരിക്കും പുള്ളിയുടെ മകൾ മരിച്ചപ്പോൾ അവിടുത്തെ ഗോഡ്സും ചെയ്തിട്ടുണ്ടാവുക. അവരൊന്നും കണ്ടൊന്നും മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടാവില്ല, മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വിട്ടിട്ടുണ്ടാവും. അതേ കാര്യം തന്നെയല്ലേ ഗോർ ഇവിടെയും ചെയ്തിരിക്കുന്നത്. അതായത് അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ അങ്ങനെയൊന്നും ചെയ്യാതെ ആ പിള്ളേരെയൊക്കെ വെറുതെ വിട്ടിട്ട് അവരെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടാവണം. പുള്ളി അങ്ങനെ ചെയ്തോ? അവർ ചെയ്താൽ തെറ്റി, താൻ ചെയ്താൽ ശരിയോ? അതെന്നാ പരിപാടിയാണ്? അതായത് തോറിനൊരു വേസ്റ്റ് പീസ്, ഒരു മണ്ടൻ ക്യാരക്ടറായിട്ടാണ് ഈ പടത്തിൽ തന്നെ കാണിച്ചിരിക്കുന്നത്. അതായത് തോറിൻ്റെ ആ ഡ്രസ്സ് തന്നെ ഫ്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ജ്യൂസ് കളയുന്ന പോലെ ഉണ്ടാവും. അതായത് തോർ എന്ന് പറയുന്നത് എത്ര പവർഫുൾ ആയിട്ടുള്ളൊരു ഗോഡ് ലെവൽ ക്യാരക്ടറാണ്. അങ്ങനെയുള്ളൊരു ക്യാരക്ടറിനെ വെച്ചിട്ട് ഇങ്ങനത്തെ കോമഡിയൊക്കെ ആരെങ്കിലും ചോദിച്ചോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും ചിരി വന്നോ ഇങ്ങനത്തെ ഒരു സീന് കണ്ടിട്ട്? അല്ലെങ്കിൽ തന്നെ അവിടെ നമ്മുടെ തോർ ചെയ്ത തെറ്റെന്താണ്? ഗോർ ദ ഗോഡ് ബിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തൻ എല്ലാ ദൈവങ്ങളും കൊന്നുകൊണ്ടിരിക്കുകയാണ്, അവനെ എതിർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ചേരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യായമായിട്ടുള്ള കാര്യം ചോദിച്ചുകൊണ്ടല്ലേ പുള്ളി അവിടെ ചെന്ന്. അങ്ങനെ ഇതൊന്നും ഇഷ്ടപ്പെടാതെ നമ്മുടെ ജ്യൂസ് ആണെങ്കിൽ തോറിനെ അവിടെ അപമാനിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ ചൂടായ നമ്മുടെ തോറ് ആ ലൈറ്റിംഗ് ബോൾഡ് വെച്ചിട്ട് കൂളായിട്ട് തന്നെ പുള്ളിനെ അങ്ങ് കൊന്നു കളയുന്നുണ്ട്. അതിൻ്റെ അടുത്തൊരു ഷോട്ടിൽ തന്നെ നമ്മുടെ തോറ് ജ്യൂസിനെ കൊന്ന ഒരു കാരണം കൊണ്ട് തന്നെ എല്ലാ ദൈവങ്ങളും പുള്ളിനെ തേടി വരുന്നുള്ളൊരു കാര്യം നമ്മുടെ തോറ് പറയുന്നുണ്ടാവും ലേഡി തോറിനോടും വാൽക്കരിനോടും. അതേപോലെ തന്നെ അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലും നമ്മുടെ ജ്യൂസിൻ്റെ മകനായിട്ടുള്ള ഹെർക്കുലീസിനോട് ആ തോറിനെ പോയി കൊന്നിട്ട് വാടാന്ന് പറഞ്ഞിട്ട് പുള്ളി കയറ്റി വിടുന്നുണ്ട്. ഈ ഒരു കാര്യം തന്നെ നമ്മുടെ തോറും ചോദിക്കാൻ വന്നിരിക്കുന്നത്. ഇപ്പം തോറിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ആളയക്കുന്ന ആ ടൈം കൊണ്ട് അത്രയും ദൈവങ്ങളൊക്കെ കൊന്നുകൊണ്ടിരിക്കുന്ന ആ ഗോറിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 ദൈവങ്ങൾ കൂടെ പോയിരുന്നെങ്കിൽ എത്ര പെട്ടെന്ന് എല്ലാം തീർന്നേനെ. ഇനി നിങ്ങൾ വിചാരിക്കാം ഗോറിൻ്റെ കയ്യിൽ ആ നെക്രോസോർ ഉള്ളതുകൊണ്ട് നമ്മുടെ ജ്യൂസൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നു. ഉദാഹരണം പറയാം, അതായത് ഫസ്റ്റ് ആ നമ്മുടെ ലേഡി തോർ മീറ്റ് ചെയ്യുന്ന ആ സീനിൽ തന്നെ ലേഡി തോറ് വാൽക്കരി ഈ 3 പേര് ആ നൈറ്റ് ടൈമിൽ നിൽക്കുന്ന ആ കാര്യം കണ്ടിട്ട് 3 പേരെ കണ്ടിട്ട് തന്നെ അവിടുന്ന് പേടിച്ച് ഓടിപ്പോയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഗോഡ് ബുച്ചർ ആ പടത്തിൽ. പിന്നെ എന്തോന്ന് ഗോഡ് ബുച്ചർ ഇവനെ അടിച്ച് കൊല്ലാനൊക്കെ എന്തിനാണ് ഒരു ആർമിയൊക്കെ? ഒരു 4 ദൈവം അങ്ങ് പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അങ്ങ് കൊന്നിട്ട് ചുരുട്ട് കൂടി അങ്ങ് വരാലോ. ചുരുക്കം പറയുകയാണെങ്കിൽ ഈ ഒരു പടത്തിൽ ഗോർ ദ ഗോഡ് ബുച്ചർ എന്നുള്ള പേരെടുത്തിട്ട് ഗോർ ദ ചൈൽഡ് കിഡ്നാപ്പർ എന്നാക്കുന്നതായിരിക്കും നല്ലത്. അതായത് കോമിക്കിൽ എങ്ങനെ ഉണ്ടായിരുന്ന പുള്ളിയാ ഗോഡ് ഓഫ് ടോർച്ചറിനെ തന്നെ ടോർച്ചർ ചെയ്ത് കൊന്നു. മാത്രമല്ല എല്ലാ ദൈവങ്ങളെയും അടിമകളെ പോലെ വെച്ചിട്ട് ആ ദൈവങ്ങളെ കൊല്ലാനുള്ള ബോംബ് തന്നെ പുള്ളി ക്രിയേറ്റ് ചെയ്യിച്ചു. അതായത് ആ കോമിക്കിൽ കാണിച്ചിരിക്കുന്ന ഗോർ ദ ഗോഡ് ബുച്ചറിൻ്റെ 10ൽ ഒരംശമെങ്കിലും ഈ പടത്തിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പടം തന്നെ വേറെ ലെവലായതിനെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ പറയുന്നുണ്ടോ, നീ ആ കോമിക്ക് വായിച്ചിട്ടുണ്ടോ എന്നല്ലേ? ആക്ച്വലി ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ചാനലിൽ തന്നെ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇട്ടിട്ടുമുണ്ട്. നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ തോർ ദ ഗോഡ് ഓഫ് തണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചാനലിലുള്ള ആ കോമിക് ഒന്ന് കയറി കണ്ടു നോക്കാം. ഈ ഒരു കോമിക്കും ആ ഒരു പടവും തമ്മിൽ ആനയും ഒട്ടകവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയുള്ള 2 ബെസ്റ്റ് സ്റ്റോറി ലൈൻസിലാണ് 2 കൂട്ടിച്ചേർത്തിട്ട് ഇതിൽ എന്തൊക്കെയോ നാശാക്കി വെച്ചിട്ടുള്ളത്. ഇനി തോർ എന്തായാലും റിട്ടേൺ ആവാൻ പോവാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ. അതിലെന്തായാലും നമ്മുടെ റൂസോ ബ്രദേഴ്സ് ആണ്. സോ പുള്ളിക്ക് ആവശ്യമുള്ള മാസിലൊക്കെ ആയിരിക്കും പുള്ളിക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ആ ഹെർക്കുലീസിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വെച്ചുകൊണ്ട്
അടുത്ത നമ്മുടെ തോറിൻ്റെ ഒരു പാർട്ട് വരുമ്പോൾ അതിൽ എന്തൊക്കെയാണ് അവ കാണിച്ചു വെക്കാൻ വേണ്ടി പോകുന്നത് ദൈവത്തിനറിയാം. ഈ ഡൂംസ്റ്റിൽ തോറിനെ കൊല്ലും അല്ലെങ്കിൽ സീക്രട്ട് വാർസിൽ തോറിനെ കൊല്ലും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കൊന്നില്ലെങ്കിൽ തോറിൻ്റെ കാര്യം എന്താവും ദൈവത്തിനറിയാം. കാരണം ഹെർക്കുലീസിൻ്റെ കൂടെ ഞാൻ അടി ഉണ്ടാക്കാൻ പോയിട്ട് അതെന്താവോ ആവോ. ഇത്രയൊക്കെയാണ് ഈ പടത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സും മോശമായി തോന്നിയിട്ടുള്ള കാര്യങ്ങളും. ചില കാര്യങ്ങളൊക്കെ മാറ്റിയിരുന്നെങ്കിൽ ആ പടം തന്നെ വേറെ തന്നെ ഒരു ലെവലായേനെ. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഈ പടം എങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം താഴെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.